രാജ്യം ഇപ്പോൾ ഒരാളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ബദ്ധവൈരികളായ ഭരണപക്ഷ നേതാക്കൾ പോലും അയാളെ പരസ്യമായി അംഗീകരിച്ച് മുന്നോട്ട് വരുന്നു. എയ്യുന്ന ഓരോ അമ്പും മോദിയുടെ 56 ഇഞ്ച് നെഞ്ചിലേക്ക് തന്നെ കൃത്യമായി തുളച്ചു കയറുന്നു. എതിരാളികളെ ചാട്ടുളിയുടെ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് കടന്നാക്രമിക്കുന്നു. പറഞ്ഞു വരുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പറ്റി തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ശക്തമായ പ്രചരണത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ബിജെപിക്ക് വേണ്ടി സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഓടി നടന്ന് റാലികളിൽ പങ്കെടുക്കുകയാണ്. എന്നാൽ മോദിയെ കേൾക്കാൻ പലയിടങ്ങളിലും ആളൊഴിഞ്ഞ കസേരകൾ മാത്രമാണ് ബാക്കിയെന്നതാണ് വാസ്തവം. അതേസമയം കോൺഗ്രസിന് വേണ്ടി രാഹുൽ ഗാന്ധിയും രംഗത്തുണ്ട്. രാഹുലിന്റെ യോഗങ്ങൾ പലതും ആർത്തിരമ്പുന്ന ജനക്കൂട്ടം കൊണ്ട് ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ഇപ്പോഴിതാ ബിജെപിയെയും ഹരിയാന മുഖ്യമന്ത്രിയെയും രൂക്ഷമായി കടന്നാക്രമിക്കുകയാണ് രാഹുൽ. ഒരു ദശാബ്ദമായി ഹരിയാന അനുഭവിക്കുന്ന വേദന കോൺഗ്രസ് ഇല്ലാതാക്കുമെന്ന് രാഹുൽ അടിവരയിട്ട് പറയുകയും ചെയ്തു. ജനങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും തങ്ങൾ നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശനിയാഴ്ച കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കിയതിന് പിന്നാലെ എക്സിലൂടെയാണ് രാഹുലിന്റെ പ്രതികരണം ഉണ്ടായത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഹരിയാനയുടെ അഭിവൃദ്ധി ബിജെപി ഇല്ലാതാക്കി. ജനങ്ങളുടെ സ്വപ്നങ്ങളും അധികാരങ്ങളും എല്ലാം അവർ കവർന്നെടുത്തു. ദേശസ്നേഹികളായ യുവാക്കളുടെ സ്വപ്നങ്ങളാണ് അഗ്നിവീർ പദ്ധതിയിലൂടെ മോദിയും ബിജെപിയും ചവിട്ടിയരച്ചില്ലാതാക്കിയത്. തൊഴിലില്ലായ്മ ഓരോ കുടുംബങ്ങളുടെയും ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിട്ടു. വിലക്കയറ്റം സ്ത്രീകളുടെ സ്വാശ്രയത്വം നഷ്ടപ്പെടുത്തി. ചില നിയമങ്ങളിലൂടെ കർഷകരുടെ അവകാശങ്ങൾ കവർന്നെടുത്തു. നോട്ട് നിരോധനത്തിലൂടെ GSTയിലൂടെ സാധാരണക്കാരായ വ്യവസായികളുടെ ലക്ഷ്യങ്ങൾ അവർ കവർന്നെടുത്തു എന്നും രാഹുൽ തുറന്നടിച്ചു. അതോടൊപ്പം തങ്ങളുടെ തെരഞ്ഞെടുത്ത സുഹൃത്തുക്കളെ പിന്തുണയ്ക്കുന്നത് തടഞ്ഞ് ഹരിയാനയുടെ ആത്മാഭിമാനത്തെ തന്നെ അവർ ഇല്ലാതാക്കിയെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അധികാരത്തിലേറുന്ന സർക്കാർ ഈ വേദനകളെല്ലാം ഇല്ലാതാക്കും. ഹരിയാനയിലെ ജനങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറവേറ്റുക എന്നത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ് എന്നും രാഹുൽ തീർത്തു പറഞ്ഞു. സമ്പാദ്യം, ആരോഗ്യ സുരക്ഷ, സാമൂഹ്യ സുരക്ഷ, തൊഴിലവസരങ്ങൾ എന്നിവ ഉറപ്പാക്കിക്കൊണ്ട് എല്ലാ കുടുംബങ്ങളുടെയും സന്തോഷം നിലനിർത്തും. ഇതാണ് കോൺഗ്രസിന്റെ ഗ്യാരണ്ടി എന്നുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. തന്റെ വാട്സ്ആപ്പ് ചാനലിലൂടെ ഹരിയാനയിൽ ജനങ്ങളുമായി സംവദിച്ചതിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു. തൊഴിലില്ലായ്മ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ ഹരിയാനയിലെ ജനങ്ങളുമായി സംസാരിച്ചു. യുവാക്കളിൽ പലരും ഡങ്കി മാർഗത്തിലൂടെ US പോയതിനെ കുറിച്ച് പല മാതാപിതാക്കളും തന്നോട് വേദനയോടെ പങ്കുവെച്ചുവെന്നും രാഹുൽ പറഞ്ഞു. യുവാക്കളുടെ കഷ്ടപ്പാടുകൾ, മാതാപിതാക്കളുടെ വേദനകളും കേട്ടപ്പോൾ വലിയ സങ്കടം തോന്നി. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നും US കുടിയേറ്റം ഒരു വർഷത്തിനിടയിൽ ഇത്രയും വർദ്ധിച്ചത്? സ്വന്തം ബിസിനസ് ഇവിടെ തുടങ്ങുന്നതിന് പകരം അവർ എന്തുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് ബിരുദാനന്തരധാരികൾ സ്വീപ്പർ പോലുള്ള തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നത്? ഇത്തരം ചോദ്യങ്ങളാണ് സാധാരണക്കാരനു വേണ്ടി രാഹുൽ ഇപ്പോൾ രാജ്യത്ത് ഉയർത്തിയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം ഉത്തരം ഒന്നേയുള്ളൂ. അത് ഈ രാജ്യം ഭരിക്കുന്നവരുടെ പിടിപ്പുകേട് ഒന്നു മാത്രമാണ് എന്ന് പറയാതെ വയ്യ.